Hello. Welcome to Market Discussion of the Day. Today, December 13, 2024, Friday ആണ് വീക്കെൻഡ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വരുന്ന ഫണ്ടമെൻ്റൽസിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഈ തിങ്കളാഴ്ച 9th of December സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ബാച്ച് പുതിയ ബാച്ചുകൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമുക്ക് അടുത്ത ബാച്ച് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് അടുത്ത ആഴ്ചത്തെ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. അപ്പം അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ഡേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ദിവസമാണ്. ഓക്കെ, പക്ഷേ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് റീറ്റെയിൽ സെയിൽസ് US നിന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. UK ടൈമിംഗ് 1:30 മണിക്കും ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കുമായിട്ടാണ് ഈ പറയുന്ന റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ വെനസ്ഡേ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുന്നത്. കാരണം വെനസ്ഡേ നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുണ്ട്. UK ടൈമിംഗ് 7 മണിക്കും നമ്മുടെ ഇന്ത്യൻ ടൈമിംഗ് 12:30 മണിക്കുമായിട്ടാണ് ഈ പറയുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് തേഴ്സ്ഡേ നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അതുമാത്രമല്ല ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ 12 മണിക്കാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഫ്രൈഡേ നമുക്ക് ടെക്നിക്കലായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ദിവസമാണ്. അന്നൊരൊറ്റ ദിവസമുണ്ട്, കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ എന്ന് പറയുന്നൊരു ന്യൂസ് മാത്രം ആണ് നമുക്ക് ഫ്രൈഡേ ഉള്ളത്. സോ ഇതാണ് ബേസിക്കലി അടുത്ത ആഴ്ചത്തെ മെയിനായിട്ടുള്ള ന്യൂസുകൾ. ഞാൻ ഓടിച്ചു പോയതാണ്. അപ്പം നമുക്ക് അതിനെപ്പറ്റി എന്തായാലും അടുത്ത ആഴ്ച ഓരോ ദിവസം വരുമ്പോഴും നമുക്കതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിൽ വരുമ്പോൾ JPY നമുക്ക് 152 ഒക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 152 നമ്മൾ ബൈ ചെയ്യണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കാരണം നമുക്കൊരു ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടില്ലായിരുന്നു ആ സമയവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് 153.16 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ ഒന്നും തൽക്കാലം ചെയ്യാനായിട്ടില്ല. ഇവിടുന്ന് നമുക്ക് ബൈ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട എന്ന് പറയും. 154 ആവട്ടെ, 154 കടന്ന് മുകളിലോട്ട് പോവാത്ത പക്ഷം നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ സെല്ലെടുത്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 154 നമുക്ക് 2 മാർക്കറ്റ് കണ്ടീഷനിൽ അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും 154 കടന്ന് 156 എത്താനായിട്ടുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് തിങ്കളാഴ്ച നമുക്ക് 154 അടുത്ത് കിട്ടുകയാണ്, അല്ലെങ്കിൽ 152 അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനുള്ളത്. നേരെ നമ്മൾ USD വരുമ്പോൾ നമുക്ക് 1.0500 അടുത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാർക്കറ്റ് താഴോട്ടാണ് പോയത്. പക്ഷേ എന്നാൽ പോലും മാർക്കറ്റ് ഞാൻ 1.0450 താഴെയായിട്ട് 1.0460 താഴെയായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത്. പക്ഷേ ഒരാൾക്ക് പോലും ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. 1.0460 ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് ഹിറ്റ് ആയിട്ടുണ്ടാവും. 1.0640 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെയായിട്ട് ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഉറപ്പായിട്ടും യൂറോ എന്ന് പറയുന്ന കറൻസി നമുക്ക് ഒരിക്കലും ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ആയെന്ന് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും 1.0500 ഇപ്പം ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് മുകളിലോട്ട് തന്നെ പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് ഇനിയും ട്രേഡ് എടുക്കാത്തുള്ള ആൾക്കാർക്ക് 1.0500 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBPയും നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓൾമോസ്റ്റ് 1.26276 ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, 1.2628 ഓൾമോസ്റ്റ് നല്ല ഒരു 100 പിപ്പിൻ്റെയോളം ഡൗൺഫാളാണ് GBPയിലുള്ളത്. GBPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ഡൗൺഫോളും നിങ്ങൾക്ക് ക്യാപിറ്റലുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ എല്ലാ ഡൗൺഫോളും നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, 1.2700 നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. 1.2600 നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2600 ബെറ്റർ ബൈയിങ് ഓപ്ഷനാണ്.
ഓക്കെ. 1.2500 നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ്. 1.2500 നമ്മൾ ബൾക്കായിട്ട് ബൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. സോ നമുക്ക് 1.2800 മുകളിലായിട്ടാണ് നമുക്ക് വീണ്ടും ഒരു ബൾക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അങ്ങനെ നമുക്ക് ബൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു നല്ലൊരു എന്താ പറയുക ബയേഴ്സ് അവിടെ പ്രസൻ്റ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്കൊരു ഒരു ലോങ്ങർ പോയിൻ്റ് ഓഫ് ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടിട്ട് 1.3800 ഓൾമോസ്റ്റ് 1000 പിപ്പോളം നമുക്ക് GBP ലാഭം തരും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. ഓക്കെ. സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് വീണ്ടും താഴോട്ട് പോയി 2680 എന്ന് പറയുന്ന നല്ലൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റാത്തൊരു ഇതിനകത്താണ്. കാരണം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ 2680 മുകളിലായിട്ട് ഇപ്പം ഏഷ്യ ക്ലോസ് ആയ സമയം ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് 2680 മുകളിലായിട്ടായിരുന്നെങ്കിൽ നമുക്ക് ബൈ ചെയ്യാമെന്ന് പറയാമെന്നായിരുന്നു. ഓക്കെ. പക്ഷെ ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഏഷ്യ ക്ലോസ് ആയ സമയത്ത് UK ടൈമിംഗ് 9 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് മാർക്കറ്റ് 2680 താഴെയായിട്ടാണ്. ഓക്കെ. സോ അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും തീരുമാനിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും GBPയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്ത ബൈ 1.2600 അടുത്ത് വെച്ച് അടുത്ത ബൈ ചെയ്യും. പക്ഷേ ബാക്കി ഒന്നിനകത്തും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു തീരുമാനം എടുക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 1.2610 വരികയാണെങ്കിൽ GBP നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്തുകൊണ്ട് പോകാം. സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ട് 1.2560 താഴെയായിട്ട് ഇടണം എന്നുള്ളതാണ്. ഓക്കെ. സോ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള കാര്യം. ഇന്ന് തൽക്കാലത്തേക്ക് ഒന്നിനകത്തും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് JPY 154 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് പോവുക. 154 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയില്ലെങ്കിൽ ഗോൾഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നില്ല. കാരണം ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണം എന്നറിയാതെ. എന്താ പറയുക, GBP 1.2600 അടുത്ത് വെച്ച് വീണ്ടും നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള എക്കണോമിക്കൽ കലണ്ടറിൽ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ വേൾഡിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കലും നമ്മളുടെ യുക്രൈൻ റഷ്യ വാർ പീസായി എന്നുള്ള കാര്യം നമുക്ക് പറയാറായിട്ടില്ല. അവിടുന്ന് പല സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ സിറിയയിൽ നടക്കുന്ന കലാപം അതെന്താണെന്ന് അത് അവിടുന്ന് ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹമാസ് ഇസ്രയേൽ വാറും അവിടെയും ഒരു പീസ്ഫുൾ സിറ്റുവേഷനൊന്നും ഇതേവരെ ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് പോകണം. ഉറപ്പായിട്ടും ഗോൾഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ. സോ അത് മാത്രമല്ല, അടുത്തൊരു 2 ആഴ്ച എന്ന് പറയുന്നത് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആഴ്ചയായിരിക്കും. ഡിസംബറിൽ എന്താ പറയുക, മാർക്കറ്റിൽ വളരെ ലോ മൂവ്മെൻ്റ് ആയിട്ടുള്ള ലോ വോളിയം മാത്രമായിരിക്കും അടുത്തൊരു 2 ആഴ്ച ഉണ്ടാവുക. കാരണം ക്രിസ്മസും ന്യൂ ഇയറുമാണ്. അപ്പോൾ ആൾക്കാർ എന്താ പറയുക, ട്രേഡ് നിന്ന് മാറി നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയമായിരിക്കും. പല ആൾക്കാരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയമായതുകൊണ്ട് വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള വളരെ വലിയ പോസിബിലിറ്റി നമുക്ക് ഇതിനകത്ത് നിന്നുണ്ടാവും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ്. ഓക്കെ. സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള കാര്യം. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഞായറാഴ്ച നമുക്ക് അടുത്ത മാർക്കറ്റ് ഡിസ്കഷൻ വെച്ച് നമുക്കതിനകത്ത് മീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഉണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്നുള്ള എല്ലാ ന്യൂസുകളും ഞാൻ കൃത്യമായിട്ട് കുറച്ചും കൂടെ സമയമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാം എന്നുള്ളതാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ. എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് അടുത്ത വട്ടം കാണുന്നത് വരെ ഗുഡ് ബൈ.